ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നത്തെ കാര്യമാണ് കേട്ടോ. ഒരാഴ്ചയായി ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ മുന്നേ ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു കുട്ടി വീഡിയോ, കാരണം 6-7 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഇടുകയാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബേർഡ് നെസ്റ്റ് ഫേൺ ഉണ്ടല്ലോ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മാവിൻചോട് ക്ലീൻ ആക്കണ ആ ഒരു വീഡിയോയിൽ നമ്മൾ അന്ന് പെൻഡിങ്ങിൽ വെച്ച പണിയായിരുന്നു നമ്മളുടെ ഈ ബേർഡ് നെസ്റ്റ് ഫേൺ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ പണി. വളരെ ചെറിയൊരു ചട്ടിയിലായിരുന്നു കണ്ട. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അടിയിലേക്ക് ഒന്നും പോയിട്ടില്ല. ആകെ കുറച്ചൊരു സ്ഥലത്ത് ഒരു 10 സെൻറ്റിമീറ്റർ അത്ര സ്ഥലത്താണ് വേരുള്ളൂ. അപ്പോൾ അത് ഞാനൊരു വലിയ ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. ഞാൻ മണ്ണുത്തിയിൽ നിന്ന് പോയപ്പോൾ ഒരു 5 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 45 രൂപയെ കണ്ടുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, വിൻസ് പ്ലാസ്റ്റിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ അതിട്ടു. പിന്നെ താഴെ കുറേ കരിയിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേണുകൾക്ക് നിങ്ങൾക്ക് അറിയാലോ, കരിയിലയൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. കാരണം അവർ കരിയിലയിലാണ് വളർന്നു വരുന്നത്. അങ്ങനെ കുറച്ച് മണ്ണും പൊട്ടി മിക്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾ ഉഷാറായിക്കോളും. ഞാൻ അടുത്ത് നമുക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഗൺവില്ല ട്രിം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൈബ്രിഡ് ഷീറ്റ് ഇട്ടതിൻ്റെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. എന്തോരം മഴ പെയ്ത് കഴിഞ്ഞാലും അവർ നമ്മളുടെ പോളിത്തീൻ ഷീറ്റിൻ്റെ അടിയിൽ സേഫാണ്. അപ്പോൾ അവർക്കൊക്കെ നിറയെ എന്താ പറയുക, നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രിം ചെയ്ത സ്ഥലത്തുനിന്ന് 2, 3, 4 ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഗ്രോത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച ബോഗൺവില്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് പോയിന്റ് എന്ന് പറയും. അത് എത്രയൊക്കെ ആ ഒരു ബെൻഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ലീഫുകളുണ്ടല്ലോ, ആ എല്ലാ ലീഫിൻ്റെ നോഡുകളും മാക്സിമം അതിന് വരാൻ പറ്റുന്ന ആ സ്ട്രെസ് പോയിന്റിൽ നിന്ന് മുഴുവൻ പുതിയ ഷൂട്ട്സ് വരും. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ അതുപോലെയാണ് ഇത് നിറയെ വന്നിരിക്കുന്നത്, ആ ഒരു ബെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മൊത്തം. അപ്പോൾ ഇനിയിപ്പം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടൊന്നുണ്ട്, ഒരാഴ്ച കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതൊരു 4-5 ലീഫൊക്കെ വന്ന് പെട്ടെന്ന് വളർച്ചയാണ്. കാരണം നമ്മൾ വളമിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നല്ല ക്ലൈമറ്റാണ് ഇവർക്ക് പൂവിടാനല്ല, വളരാൻ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല സ്പീഡായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ലീഫിൻ്റെ നോഡ് കണ്ടോ, അതൊക്കെ നിറയെ മുകുളങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരിടത്ത് കട്ട് ചെയ്തോടത്തുനിന്നാണ് ഈ കാണുന്ന ഇത്ര അധികം കണ്ടോ. ഒരു കട്ട് ചെയ്തോടത്തുനിന്ന് എത്ര എണ്ണം അതിൽ 5-6 ഉണ്ട്. അത്രയും നല്ല ബുഷിയായിട്ട് വരാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ പറഞ്ഞ നമ്മളെ ട്രിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു 3-4, കാരണം ഷൂട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3-4 നോഡ് വെച്ചിട്ട് ബാക്കി എല്ലാതും നമുക്ക് കൈകൊണ്ട് തന്നെ നുള്ളിക്കളയാം. നിങ്ങൾ അതിലേക്ക് നടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നുള്ളിക്കളയാം. കണ്ട, ആ ബെൻഡ് ചെയ്ത് വെച്ച പോർഷനിൽ നിന്നാണ്, ആ സ്ട്രെസ് പോയിന്റിൽ നിന്നാണ് ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് ഇനിയും നുള്ളി കൊടുക്കുമ്പോൾ അതിൽ നിന്നും വീണ്ടും എന്താ പറയുക പുതിയ മുകുളങ്ങൾ വരും, ഷൂട്ട്സ് വരും. അത് നല്ല ബുഷിയായിട്ട് വരും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ നഴ്സറി, നമുക്കറിയാമല്ലോ, ഈ ബോഗൺവില്ല നഴ്സറിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഹൈബ്രിഡ് അതുപോലെ തന്നെ വലിയ ചട്ടികളിലൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് മിനിമം, അതായത് ഒരേ കളറുള്ളത് തന്നെ ആണെങ്കിലും ഒരു ഹൈബ്രിഡ് ആണെങ്കിൽ നല്ല പൂവിട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 3,000-4,000 ഒക്കെയാണ് അവർ മിനിമം പറയണത് പൈസ. നമ്മൾ മണ്ണുത്തിയിലൊക്കെ പോയിട്ടാണ് ചോദിക്കുന്നത്. മണ്ണുത്തി എന്നൊക്കെ പറയണത് ഇതിൻ്റെ ഒരു ഹബ്ബാണ്, എന്നിട്ട് പോലും അത്രയും പൈസ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് അവർ ഇങ്ങനെ ഇതിൻ്റെ പുറകെ നിന്നിട്ടാണ് അതിനെ ഇങ്ങനെ ബുഷിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. അവരെന്ന് വെച്ചാൽ നഴ്സറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് വേണ്ടി എന്താ പറയുക, അവരുടെ ലൈഫ് അതാണ്. അപ്പോൾ നമുക്ക് പുറകിലേക്ക് പോവാം. അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മുടെ എപ്പീഷ്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തതെന്ന് നല്ല രീതിയിൽ പൂവും ഒക്കെ ഇട്ട് നല്ല ക്ലൈമറ്റാണല്ലോ അവർക്ക്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾക്കൊരു റോസ് ഉണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് കുറേ റോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ റോസുകളൊക്കെ ഒഴിവാക്കിയതാണ് കഷ്ടപ്പെട്ട്, അതായത് നേരെ ആവണില്ല എന്ന് കണ്ടിട്ട്. അപ്പോൾ അതിലൊരു 2 ചട്ടി മാത്രം, 2-3 വെറൈറ്റി മാത്രം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പൂവ്, നല്ല സൂപ്പർ പൂവ് ഇട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു.
പിന്നെന്താ ഈ സൈഡിൽ പ്രത്യേകിച്ച് ഈ സൈഡിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫുൾ കാറ്റ്സ് ഗ്ലോ ആയിരുന്നു. അതിൻ്റെ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പറിച്ചു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവിടെ ഞാൻ വേറെ ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം ബീങ് നമ്മളിപ്പോൾ കാക്കപ്പൂ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. കാക്കപ്പൂ എന്ന് പറയാൻ വേറെ കുറേ പേരുകൾ ഇടുന്നുണ്ട്. പല കളേഴ്സിൽ കിട്ടും. പല ഒരു 4-5 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൂവണമൊക്കെ അല്ലേ, കുറച്ച് പൂവൊക്കെ ആയി ഇരിക്കട്ടെ. ഞാൻ വിചാരിച്ച പ്ലാനിൽ എത്തുമ്പോഴേക്കും അതുവരെ അവർ അവിടെ നിന്നിട്ട് ഉണ്ടാവട്ടെ എന്ന് വെച്ചു. പിന്നെ നമ്മുടെ ആമ്പൽ ഇവിടെ നിന്ന് ഇതൊക്കെ കാറ്റ്സ് ഗ്ലോവും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നല്ലോ. അപ്പോൾ ആമ്പലൊക്കെ പൂവിട്ട് 2-3 പ്രാവശ്യമൊക്കെ പൂവിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുക്കുമ്പോൾ പോയില്ല, പക്ഷേ ഞാൻ വോയിസ് ഇടുമ്പോൾ പൂവുണ്ട്. പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. കണ്ട കാക്കപ്പൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിറയെ നല്ല രീതിയിൽ പൂവിടും, നിറച്ച് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ പെട്ടെന്ന് അത് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇനിയിപ്പോൾ ഇത് ഞാൻ മതിലിൻ്റെ മുകളിലല്ല വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിത്തൊക്കെ താഴെ വീണ് പിറ്റത്തെ കൊല്ലം പിന്നത്തെ ഒരു ഇതിൽ അവിടെ മുഴുവൻ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും. വേറെ കളറുകളായിട്ട് വരും, മിക്സ് ചെയ്ത് കിട്ടും നമുക്ക് പോളിനേഷൻ നടന്നിട്ട്. പിന്നെ ഇതെന്താ ഞാൻ കാണിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു എന്തായാലും കാറ്റ്സ് ഗ്ലോ പോയി. അപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു കോവയ്ക്കൊക്കെ ഒരു പന്തലിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഞാൻ കോവയ്ക്ക പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, താഴെ നിന്നായിരുന്നു. പക്ഷെ ആ കോവയ്ക്കമ്മ ഒട്ടും കോവയ്ക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് പറിച്ചിട്ടാണ് നമ്മൾ കാറ്റ്സ് ഗ്ലോ എന്നുള്ളൊരു പരിപാടി ഇട്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം അത്ര അധികം വളർന്ന് തഴച്ച് വളരണ്ട. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്ക കുറച്ചൊക്കെ കിട്ടണം, അത്രയേ ഉള്ളൂ. ഓവറായി കഴിഞ്ഞാലും പിള്ളേർക്ക് ഇഷ്ടമൊന്നുമല്ല. കുറച്ച് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കോവയ്ക്ക ഉണ്ടാക്കാനുള്ള കോവയ്ക്ക ഉണ്ടാക്കാം. ഒരു മണിക്കൂർ നിന്നു ആ ഒരു ചൂടിക്കയറ് വെച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കാം. പക്ഷേ നല്ല സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നോട് തന്നെ എനിക്ക് പ്രൗഡായി ആ സാധനം ഞാൻ അവിടെ ഇട്ടപ്പോൾ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇട്ടതാണ്, എവിടെയോ കണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാക്ക് സൈഡിലുള്ള നമ്മളുടെ കുറ്റിക്കുരുമുളക് കഴിഞ്ഞ പ്രാവശ്യം വെച്ച ഒരു 5 കട ഉണ്ടായിരുന്നു. മുന്നത്തെ ഒരു വലിയ കട ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ നല്ല തിരികൾ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം വെച്ച് അവരൊക്കെ ഒന്ന് വലുതായി, നിറയെ തിരികളാണ്. ഒരെണ്ണം മാത്രം കുറച്ചിങ്ങനെ ശോഷിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആളെന്താവും എന്നറിയില്ല. പക്ഷെ ബാക്കി എല്ലാവരും നല്ല ഇതിലാണ്. അപ്പോൾ ഒരു 6 കട നമുക്ക് 6 ഗ്രോ ബാഗിൽ നമ്മളുടെ നമ്മളുടെ കുറ്റിക്കുരുമുളക് ഉണ്ട് ഇവിടെ. അവരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഈ മഴയത്തും വലിയ പ്രശ്നങ്ങളില്ല. ഇനി ഇപ്പുറത്ത് തന്നെ വീണ്ടും ഒരു 6 ഗ്രോ ബാഗിൽ നമ്മളുടെ ഉള്ളത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് എനിക്കറിയില്ല ഇത് എന്താവുന്നത്. പക്ഷേ കടയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ കാണാം സത്യത്തിൽ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് ആ ഇഞ്ചികൾ, അതായത് ഇഞ്ചികൾ പുറത്തേക്ക് മോളിക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ സത്യത്തിൽ ഒരു 6 ഗ്രോ ബാഗിൽ വീണ്ടും ഞാൻ മഞ്ഞളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മഞ്ഞൾ കോഴികൾ ആ സമയത്തുണ്ടായിരുന്നു, അവരഴിച്ചിട്ടിട്ട് അവർ കുറേ കൊത്തി ഒരു 3 ഗ്രോ ബാഗിലുള്ളൂ, ബാക്കി ഇപ്പം കാണാനില്ല, ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സുന്ദരി ചീര പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഒക്കെ മുളച്ചു. കുറച്ച് ഞാൻ പറിച്ച് ഓൾറെഡി അവിടെ ഇവിടെയൊക്കെ നട്ടു. പക്ഷെ അതൊന്നും കാര്യം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ പൂച്ചകൾ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അത് കാരണമാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പൂച്ച വന്ന് കിടന്നിട്ട് ആകെ ജാമാക്കി വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഇനി അടുത്ത നമ്മളുടെ ഗേറ്റിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കില്ല, എൻ്റെ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടില്ല അത്. കാരണം മഴയായ കാരണം അങ്ങോട്ട് ഫുൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പാർട്ട് 2 ആയിട്ട് അത് കാണിക്കാം, ഒരു കുട്ടി ഭാഗം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.